സ്ട്രോങ് റൂം വിവാദത്തിൽ പ്രതികരിച്ച UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ. ചിറ്റൂരിൻ്റെ CCTV ദൃശ്യങ്ങൾ ഞായറാഴ്ച രാത്രി 12:15 മുതൽ 1:45 വരെ അത് ദൃശ്യമായിരുന്നില്ല. അത് CCTV പുലർച്ചെ ആ CCTV കംപ്ലൈൻറ്റ് ആ സമയത്ത് കംപ്ലൈൻ്റ് ആയിരിക്കുമായിരുന്നു. ഒരു 1.5 മണിക്കൂറോളം കംപ്ലൈൻ്റ് ആയിരുന്നു. പിന്നീടാണ് അത് ശരിയാക്കിയത്. ഞങ്ങൾക്ക് ഈ CCTV ദൃശ്യങ്ങളുടെ കഴിഞ്ഞ 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതലുള്ള ഇതുവരെയുള്ള CCTV ദൃശ്യം ഞങ്ങൾക്ക് ലഭ്യമാണ്. കഴിഞ്ഞ 19-ന് ചിറ്റൂർ മണ്ഡലത്തിലെ സ്ട്രോങ് റൂമിന് പുറത്തുള്ള CCTV പ്രവർത്തിച്ചില്ല. പുലർച്ചെ 12:30 മുതലാണ് CCTV പ്രവർത്തനരഹിതമായത്. റിട്ടേണിംഗ് ഓഫീസർ വിവരമറിയിച്ചെന്നും സുമേഷ് അച്യുതൻ പറഞ്ഞു. ഇവിടെ UDF സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ പരാതിയുള്ളൂ. ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കോ NDA സ്ഥാനാർത്ഥിക്കോ ഇതിനെക്കുറിച്ച് പരാതിയില്ല, ആശങ്കയില്ല. കഴിഞ്ഞ ഞായറാഴ്ച നമ്മളവിടെ CCTV ദൃശ്യം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ 10-ാം തീയതി തന്നെ ഞങ്ങൾ CCTV പരിശോധിക്കാൻ ആളെ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങൾ ആവശ്യപ്പെട്ട് 3 ദിവസമായി റിട്ടേണിംഗ് ഓഫീസർ ചിറ്റൂരിൻ്റെയും നെമ്മാറിൻ്റെയും ഞങ്ങൾ നിരന്തരമായിട്ട് റിട്ടേണിംഗ് ഓഫീസറോട് ആവശ്യപ്പെട്ടു. മുകളിൽ നിന്ന് നിർദ്ദേശമില്ല എന്നാണ് പറഞ്ഞത്. 13-ാം തീയതി ഞങ്ങൾ റിട്ടേൺ ആയിട്ട് അപേക്ഷ കൊടുത്തു. 16-ാം തീയതി വൈകുന്നേരമാണ് അപേക്ഷയിൽ ഞങ്ങൾക്ക് ഇന്ന ആളുകളെ അനുവദിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തന്നത് 16-ാം തീയതി വൈകുന്നേരമാണ്. അപ്പോൾ 16-ാം തീയതി വരെ അവിടെ CCTV ദൃശ്യം വീക്ഷിക്കാൻ ആളുകളില്ല. 16-ാം തീയതിക്ക് ശേഷം ചിറ്റൂരിൻ്റെയും നെമ്മാറുടെയും ഒരേ സ്ഥലത്തായതുകൊണ്ട് അവിടെ ഞങ്ങൾ വീക്ഷിക്കാൻ ആളുണ്ട്. ഉള്ള ആളാണ് രാത്രി 12:45 CCTV ദൃശ്യമാവുന്നില്ല എന്ന് പറഞ്ഞ് മിനിയാന്ന് രാത്രി പരാതി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിക്കാൻ ശ്രമം നടന്നതായി സംശയിക്കുന്നു. 9-ാം തീയതി മുതലുള്ള CCTV ദൃശ്യങ്ങൾ നൽകണമെന്നും സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടു. ഇനി റിട്ടേണിംഗ് ഓഫീസർമാരെ അല്ല ഞങ്ങൾ റിട്ടേണിംഗ് ഓഫീസർമാരെയൊക്കെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറി നടത്തുന്നുണ്ടോ എന്നുള്ള ഇപ്പം സംശയം ബലപ്പെട്ടു വരികയാണ്. വളരെ ബാലിശമായ കാരണങ്ങളാണ് പറയുന്നത്. ഡയറി മറന്നു വെച്ച് കൊടുക്കണം, പേന മറന്നു വെച്ച് കൊടുക്കണം എന്നൊക്കെ പറയുന്ന ബാലിശമായ കാരണങ്ങളാണ് ഈ സ്ട്രോങ് റൂം തുറക്കുന്ന വിഷയമായി. സംശയമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പരാതി നൽകണം. ഞങ്ങൾക്ക് 9-ാം തീയതി വൈകുന്നേരം മുതലുള്ള CCTV ദൃശ്യം ഞങ്ങൾക്ക് ലഭ്യമാണ്. ഇത് നമ്മൾ ജില്ലാ കളക്ടർക്ക് ആദ്യം നമ്മൾ പരാതി നൽകും. UTV ന്യൂസ്, പാലക്കാട്.